ഹായ് ഫ്രണ്ട്സ്, ഈസി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലെ പ്രധാന ശല്യക്കാരായ എലി, പെരിച്ചാഴി തുടങ്ങിയവയെ നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കാനുള്ള കിഡിലൻ 2 ടിപ്പുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി 100% റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണേ. അപ്പോൾ കണ്ടു നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ടിപ്പുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ബൗളിൽ കുറച്ച് ചോറ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വന്നിട്ട് ശർക്കര പൊടിച്ചതാണ് നമ്മൾ ചേർക്കുന്നത്. ശർക്കര എന്തിനാണ് പൊടിച്ചത് ചേർക്കുന്നത് വെച്ചാൽ നമ്മുടെ എലിക്ക് ശർക്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മാത്രവുമല്ല നമ്മൾ അതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് നമ്മളത് ഉരുക്കിയ നെയ്യാണ്, അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ രീതിയിലുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും, അതായത് പപ്പടം കാച്ചിയതിൻ്റെ ബാലൻസ് എണ്ണയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ നമ്മുടെ എലിക്ക് ഇഷ്ടമുള്ള സാധനം തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ പ്രധാന ഒരു സാധനമാണ് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഹാർപ്പിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ഇത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഹാർപ്പിക്ക് നമ്മൾ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാർപ്പിക്ക് പോലുള്ള ടോയ്ലറ്റ് ക്ലീനറുകളിൽ ധാരാളമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് എലി, പല്ലി, പാറ്റ, അതുപോലുള്ള പെരിച്ചാഴി തുടങ്ങിയവ എല്ലാവർക്കും വന്നിട്ട് കഴിക്കുന്നത് മൂലം ഇത് അകത്തേക്ക് പോകുമ്പോൾ അത് ചത്തു പോകാൻ ഇടയാവും കേട്ടോ. അപ്പോൾ ഇത് തുരുതുരാന്ന് ചത്ത് വീഴും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഹാർപ്പിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈസോൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിത് സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരിക്കലും നിങ്ങളിത് കൈ വെച്ച് നമ്മളിതൊന്ന് മിക്സ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ കൈ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ കയ്യിലൊരു ഗ്ലൗസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും കെട്ടി വെച്ചിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഉരുളകളായിട്ട് പിടിച്ച് നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും, അതായത് എലി, പല്ലി, പാറ്റ വരുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് വെക്കാവുന്നതാണ്. നമ്മളിത് ഉരുളയായിട്ടൊന്നും പിടിക്കുന്നില്ല. ഇങ്ങനെ തന്നെ നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ചിരട്ടയിലോ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെയോ മറ്റു പഴയ പാത്രങ്ങളിലോ ഏതെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പേപ്പറിലാണ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എലി വരുന്ന സ്ഥലങ്ങളിൽ, എലിയുടെ മാളങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എലി വരുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പല്ലി, പാറ്റ വരുന്ന ആ ഭാഗങ്ങളിൽ നമ്മുടെ കിച്ചൺ റാക്കിൽ, നമ്മുടെ കിച്ചൺ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്ന പാറ്റകളും പല്ലിയൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്കിത് കൊണ്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള ആ ഹാർപ്പിക്കിൻ്റെ ഇതിലൊക്കെ നക്കൊക്കെ ചെയ്യുമ്പോൾ പാറ്റയായാലും പല്ലിയായാലും നക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ചത്തു പോകും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു 100% എഫക്റ്റീവായ ഒരു റെമഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിത് അതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടി നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അതിലോട്ട് നമ്മൾ 1.5 സ്പൂണോളം ശർക്കര പൊടിച്ചതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1.5 സ്പൂണ് ശർക്കര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ കുറച്ച് ഓയിലാണ്. അതായത് ഓയിലോ നെയ്യോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓയിലൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ സെയിം നമ്മൾ അതുപോലെ ഗോതമ്പ് പൊടിയായാലും ശർക്കരയായാലും ഓയിലായാലും നമ്മുടെ എലിക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എലിയെ ആകർഷിക്കാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ സാധനമായ നമ്മുടെ ഹാർപ്പിക്കാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതുപോലെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഹാർപ്പിക്കും ശർക്കരയും ഗോതമ്പ് പൊടിയും ഓയിലും ഒക്കെ ചേരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നല്ല ആ ശർക്കര നമ്മൾ ഓയിൽ ഒഴിച്ചത് കൊണ്ട് അവിടെ ഉരുണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് കൊടുത്ത് ഉടച്ചൊടച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കുക കേട്ടോ.
എലി, പെരിച്ചാഴി, പല്ലി, പാറ്റ എന്നിവയ്ക്ക് വേണ്ടിയുള്ള നിങ്ങൾ ഒരുപാട് റെമഡീസ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്ത ഒരു ഇതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഇത് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പായിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ചിരട്ടയിലോ അതോ പേപ്പറിലോ നമുക്ക് എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ച്, ഇല്ലെങ്കിൽ നമുക്ക് ഇലയിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ അടുത്തുള്ള ചെടികളിൽ ഏതെങ്കിലും ഇല പറിച്ച് അതിലേക്ക് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ ഇതുപോലെ ഇങ്ങനെ 2-3 പാത്രങ്ങളിലോ പേപ്പറിലോ അങ്ങനെ എന്തിനേലും ആക്കി നമുക്ക് എലി വരുന്ന സ്ഥലങ്ങളിൽ, മാളങ്ങളിൽ ഒക്കെ നമുക്കിത് കൊണ്ട് വെക്കാവുന്നതാണ്. എലി മാത്രമല്ല, പല്ലി, പെരിച്ചാഴി ഇതൊക്കെ ഇത് നക്കിയാൽ മതി കേട്ടോ, അത് ചത്തു പോകുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കൊണ്ടൊന്ന് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രവുമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രവുമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലുള്ള ടിപ്സ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. മാത്രവുമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.